സിനിമ ഇറങ്ങില്ല. കുറച്ച് കാൽഭാഗം ഒത്തിട്ട് നിർത്തി കളഞ്ഞു. കുഞ്ചാക്കോ ബോബനൊക്കെ അന്ന് അഭിനയിച്ചിരുന്ന. സാറിപ്പോൾ ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റ് മീൻസ് ഡ്രോയിങ്, സ്കൾപ്ചറിംഗ് ഒക്കെ ഉള്ള ആർട്ടിസ്റ്റാണ്. അതെ അതെ അതെ. മ്യൂസീഷ്യനാണ്. അതെ അതെ. സിംഗറാണ്. ലിറിക്സ്റ്റാണ്. ഇത് ഏതായിട്ട് അറിയപ്പെടാനാണ് സാറിന് ഏറ്റവും ഇഷ്ടം? സൈനുദ്ദീൻ, ഷമീം യൂസുഫ് എന്നിവർ പാടുന്ന ഗസലുകൾ. പശ്ചാത്തലത്തിൽ ഗിറ്റാർ സുനിൽ ആന്റണി, ഓർഗൻ ചിന്നപ്പൻ, തബല ഷിജു, ടൈമിംഗ് ഹനീഫ്. ആദ്യ ഗസൽ ധൂപ് ഹൈ രംഗ് ഹൈ എന്നാരംഭിക്കുന്നു. പാടുന്നത് സൈനുദ്ദീൻ. रंग है या सदा है, धूप है रंग है या सदा है, धूप है रंग है या सदा है, रात की बंद, रात की बंद. ഹലോ ഫ്രണ്ട്സ്, കുഞ്ഞു സ്റ്റോറിയുമായി മനുവാണേ. ഇപ്പോൾ നമ്മളുള്ളത് കൊച്ചിയിലാണ്. അസാധ്യനായ ഒരു കലാകാരനെ പരിചയപ്പെടാൻ. ബോർഡിൽ എഴുതുന്ന ചോക്കുകളിൽ ശില്പങ്ങൾ നിർമ്മിക്കുന്ന ശില്പി, അക്രലിക്കിലും ഓയിലിലും പെൻസിലിലും 3Dയിലും ചിത്രങ്ങൾ രചിക്കുന്ന ചിത്രകാരൻ, ഗാനരചനയും സംഗീതവും ചെയ്യുന്ന സംഗീതജ്ഞൻ, സ്വന്തമായി സൈൻക്രാഫ്റ്റ് എന്ന പേരിൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉള്ള ബഹുമുഖ പ്രതിഭ. അതെ, അക്ഷരം തെറ്റാതെ നമുക്ക് വിളിക്കാം വേഴ്സാറ്റൈൽ ജീനിയസ് സൈനുദ്ദീൻ അമ്പാട്ട്. സൈനുദ്ദീൻ മാഷിൻ്റെ വിശേഷങ്ങളുമായി ഇങ്ങനെയും ചിലർ 7ാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡ്രോയിങ് അധ്യാപകനായിരുന്നു. ഏകദേശം 33 വർഷം ഡ്രോയിങ് അധ്യാപകനായി 5ഓളം സ്കൂളുകളിൽ ജോലി ചെയ്തു. സാറ് ഡ്രോയിങ് മാഷായിരുന്നു? അതെ അതെ അതെ. പിന്നെ മ്യൂസിക് രംഗത്തേക്ക് എങ്ങനെയാണ് വന്നത്? മ്യൂസിക് ഞാൻ ഏതാണ്ട് 10-12 വയസ്സുള്ളപ്പോൾ മുതൽ പാടുമായിരുന്നു. അങ്ങനെ ഗാനമേള ട്രൂപ്പുകളിൽ ഏതാണ്ട് 30ഓളം വർഷം ഗാനമേള ട്രൂപ്പുകളിലായിട്ട് പാടാൻ പോയിട്ടുണ്ട്. പല ട്രൂപ്പുകളിൽ പോയിട്ടുണ്ട്. അങ്ങനെയാണ് പാട്ടിനോടുള്ള താല്പര്യം കൊണ്ടാണ് ആദ്യമായിട്ട്, ശരിക്കും പറഞ്ഞാൽ പാട്ടാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നത്. സാറിപ്പോൾ പഠിച്ചത് ഫൈൻ ആർട്സ് ആണ്? കൊച്ചിൻ സ്കൂൾ ഓഫ് ആർട്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് എറണാകുളം ഷേണായ്സിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. അവിടെയാണ് ഞാൻ 70 മുതൽ ഏതാണ്ട് 75 കാലഘട്ടം വരെ, 1970 ഞാൻ പോയി ചേരുന്നത്. 75 വരെ ഞാൻ ആ സ്കൂളിൽ പഠിച്ചിരുന്നു. അപ്പോൾ ഡ്രോയിങ്, പിന്നെ സ്കൾപ്ചർ ചെയ്യാൻ പഠിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും ആ സ്കൂളിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദത്ത മാഷ്, MRD ദത്തൻ, MRD ബാബു, അവരാണ് എൻ്റെ അധ്യാപകർ. ഏഷ്യാഡിന് കണ്ട വളരെയധികം സ്കൾപ്ചർ ഞങ്ങൾ ഉണ്ടാക്കി. ആന, കുതിര, മാൻ, അങ്ങനെ പല സ്കൾപ്ചർ ഞങ്ങൾ പ്ലാസ്റ്റർ പാരീസ് വെച്ച് അന്ന് വലിയ സൈസ് ചെയ്തിരുന്നു. അന്ന് ഏതാണ്ട് 15 കുട്ടികളാണ് ഞങ്ങൾ ചെയ്തത്. അന്ന് ഏതാണ്ട് 60ഓളം പിള്ളേരെ അവിടെ പഠിക്കുന്നുണ്ട്. അതിൽ ഞങ്ങൾ 15 പേരിങ്ങനെ ഒരു മാഷ് തിരഞ്ഞെടുത്തത്. ഞങ്ങളാണിത് ചെയ്തത്. അപ്പോൾ ഡൽഹിയിൽ പോകാനുള്ള സൗകര്യം ആ 15 പേർക്കും കൊടുത്തു. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല, കാരണം എൻ്റെ വീട്ടിൽ അതിന് അനുവാദം തന്നില്ല. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. ബാക്കി 14 പേരും പോയിട്ടുണ്ട്. ഏഷ്യാഡിൽ പങ്കെടുത്തു. അതെ.
പിന്നെ ഉള്ളത് ഇത് ഗാനരചന. അതെ അതെ, ഗാനരചന എന്ന് പറയുന്ന ഏകദേശം 83-ലാണ് ആദ്യമായിട്ട് യേശുദാസ് ആണ് എൻ്റെ പാട്ട് പാടുന്നത്. ദാസേട്ടൻ പാടിയിട്ടുണ്ട്. ഫസ്റ്റിലേ പാടുന്നത് ദാസാണ്. സിനിമയ്ക്ക് വേണ്ടിയാണ്. സിനിമയ്ക്കല്ല, അത് മൈലാഞ്ചി സെക്കൻഡ് എന്ന് പറഞ്ഞ അന്ന് മൈലാഞ്ചി ഫസ്റ്റ് മൈലാഞ്ചി സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞ കാസറ്റ് മാപ്പിള തരങ്ങിണി ഇറക്കുമായിരുന്നു. അപ്പോൾ മൈലാഞ്ചി സെക്കൻഡിലാണ് എൻ്റെ 2 പാട്ടുകൾ, പോരിശുള്ളൊരു രാവിൽ, റംസാനിലുണ്ടൊരു രാത്രി, അതായത് നൊയമ്പിനെ കുറിച്ചുള്ള ഗാനങ്ങളായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് സത്യം പറഞ്ഞാൽ അതുവരെ ആരും നൊയമ്പിനെ കുറിച്ചുള്ള പാട്ട് എഴുതിയിട്ടില്ല. അപ്പോൾ ആദ്യമായി എഴുതുന്നതാണ്. അപ്പോൾ ആ പാട്ടുകൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അദ്ദേഹം അത് കാസറ്റിൽ പാടി 2 പാട്ടുകൾ. സംഗീതം രാജാമണിയായിരുന്നു സംഗീതം ചെയ്തത്. രാജാമണിയായി 2 പാട്ടും സംഗീതം ചെയ്ത. പിന്നെ തരങ്ങണിക്ക് വേണ്ടി ഉണ്ടായിരുന്നു? ഇല്ല, പിന്നെ തരങ്ങണിയില്ല ചെയ്തിട്ടില്ല. അത് സത്യം പറഞ്ഞാൽ അത് അങ്ങനെ ഒരു സന്ദർഭം കിട്ടാൻ കാരണം ഇവിടെ ദാസിൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് ഉണ്ടായിരുന്നു, തങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ദാസ് എപ്പോഴും ആ വീട്ടിൽ വരും. അപ്പം അങ്ങനെയുള്ള പരിചയത്തിൻ്റെ മുകളിലാണ്, കൊച്ചിയിൽ അങ്ങനെയുള്ള പരിചയത്തിൻ്റെ മുകളിലാണ് ഈ 2 ഗാനങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ പറ്റിയത്. എഴുതിയ പാട്ടുകൾ പാടിയിരിക്കുന്നത് പിന്നെ ഏകദേശം 70ഓളം പാട്ടുകൾ മാർക്കോസ് പാടിയിട്ടുണ്ട്. 70ഓളം? അതെ, 70ഓളം പാട്ടുകൾ മാർക്കോസ് പാടിയിട്ടുണ്ട് പല കാസറ്റുകളിലായിട്ട്. ഏതാണ്ട് കാസറ്റ് അറിഞ്ഞ കാലത്ത് എൻ്റെ 68ഓളം ആൽബങ്ങൾക്ക് ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ മാർക്കോസാണ് ഏറ്റവും കൂടുതൽ പാടിയിരിക്കുന്നത്. 68ഓളം 70ഓളം ഗാനങ്ങൾ മാർക്കോസ് പാടിയിട്ടുണ്ട്. പിന്നെ ഉണ്ണിമേനോൻ, അഫ്സൽ, പിന്നെ കൊച്ചിയിലുള്ള ഒരുവിധം എല്ലാ ഗായകരും, പിന്നെ കൊച്ചിൻ ഇബ്രാഹിം എന്നൊക്കെ പറഞ്ഞ വലിയ ഗായകരൊക്കെ കൊച്ചിയിലുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയുള്ള പല ഗായകരും, കൊച്ചിയിലുള്ള എല്ലാ ഗായകരും എൻ്റെ പാട്ട് പാടിയിട്ടുണ്ട്. പ്രശസ്ത പിന്നണി ഗായിക മിൻമിനി ഒരു കാലത്ത് ഞങ്ങളുടെ കൂടെ ഗാനമേളയ്ക്ക് വന്നിരുന്നു. അന്ന് അതിൻ്റെ 14 വയസ്സോ 15 വയസ്സോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ കാസറ്റിൽ ആദ്യമായിട്ട് ഒരു മാപ്പിള കാസറ്റിലാണ് ആദ്യമായിട്ട് പാടിക്കുന്നത്. അങ്ങനെ ഏതാണ്ട് 6ഓളം ആൽബങ്ങളിൽ മിൻമിനി എൻ്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അന്വേഷിച്ച് ഇവരെ പുറകിൽ കിടക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്നെ നമ്മളെ കൊച്ചിൻ ഹനീഫ് വിളിച്ചതാണ് മദ്രാസിലേക്ക് ചെല്ലാൻ വേണ്ടി. അപ്പോൾ ആ കാലത്ത് എനിക്ക് പോകാൻ പറ്റും. കാരണം കൊച്ചിൻ ഹനീഫയുടെ മാമയുടെ കട എറണാകുളത്തായിരുന്നു. ഞാൻ വർക്ക് ചെയ്ത സ്കൂളിന് മുമ്പിൽ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ എപ്പോഴും ഹനീഫനായിട്ട് കാണും, സംസാരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു പണി മാഷേ, ഒന്ന് മദ്രാസ് വരാൻ പാട്, അവിടെ സ്വാമീസ് ലോഡ്ജ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ അവിടെ വന്ന് ഒരു കടലാസ് എഴുതി തന്നു. ഈ കടലാസ് കാണിച്ചാൽ അവർ മുകളിലേക്ക് കയറ്റി വിടുമെന്ന് പറഞ്ഞു. ഞാൻ പോയില്ല, കാരണം അന്നൊരു സിനിമ വന്നു. കാരണം ചിരിയോ ചിരി എന്ന് പറഞ്ഞ സിനിമ വന്നു. അപ്പോൾ അതിൽ ഈ സുകുമാരി ഇതേമാതിരി പറയുന്നുണ്ട്, നീ അവിടെ വന്നാൽ സിനിമയിൽ അഭിനയിപ്പിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും കടലാസൊക്കെ എഴുതി കൊടുത്ത് അവിടെ സുകുമാരനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സുകുമാരി കണ്ട പോലും നടിക്കില്ല, ചാൻസും കൊടുക്കില്ല. ഞാനും വലിയ കാര്യമില്ല. ഞങ്ങൾ പോകുമ്പോഴൊക്കെ അവിടെ നിന്നൊക്കെ എവിടെ പോയാലും അവിടെ ചെല്ലുമ്പോഴൊക്കെ അങ്ങനെ സംസാരിക്കും, വരാൻ പറയും എന്ന് പറഞ്ഞിട്ട് ആദ്യം കെട്ടി എങ്ങനെ പോകാൻ ആര് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ ആ ഒരു സിനിമ കണ്ടപ്പോൾ പിന്നെ പോകാൻ തോന്നിയില്ല സത്യം പറഞ്ഞു. നിലവിലും ആരെങ്കിലും യൂട്യൂബിലൊക്കെ ഇടാൻ വേണ്ടി വരും. അപ്പോൾ ഞാൻ പാട്ട് കൊണ്ടുവന്നാൽ ഞാൻ ട്യൂൺ ചെയ്ത് അവർക്ക് പാടി, ആരെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും അവർ പറയുന്ന ഗായകരെ കൊണ്ട് പാടിപ്പിച്ച് കൊടുക്കും, ട്യൂൺ ചെയ്ത് കൊടുക്കും, ഓർക്കസ്ട്രയൊക്കെ ചെയ്ത് കൊടുക്കും. അതെ, റെക്കോർഡ് സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ സൈൻ ഗ്രാഫിക്സ് എന്ന ആ പേര്. റെക്കോർഡിങ് ഞാൻ എറണാകുളത്ത് നിന്നാണ് പഠിച്ചത്. അതെ അതെ, ഞാൻ തൃശ്ശൂർ നിലയത്തിൽ ഏകദേശം 10 വർഷം പാടിയിട്ടുണ്ട്. അത് 1990 മുതൽ 2000 വരെയുള്ള ആണ്ടുകളിലാണ് ഞാൻ പാടിയിരിക്കുന്നത്. വോക്കൽ ആർട്ടിസ്റ്റ്. പിന്നെ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത് ഏകദേശം 80 കാലഘട്ടങ്ങളിലാണ് ആദ്യമായിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്യാൻ തുടങ്ങിയത്. ഏകദേശം 10ഓളം ആൽബങ്ങൾക്ക് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. മാർക്കോസ്, ഉണ്ണിമേനോൻ, പിന്നെ കണ്ണൂർ ഷെരീഫ്, അഫ്സൽ, അങ്ങനെ വളരെയധികം ഗായകർ പാടിയിട്ടുണ്ട്. സാറിപ്പോൾ ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റ് മീൻസ് ഡ്രോയിങ്, സ്കൾപ്ചറിംഗ് ഒക്കെ ഉള്ള ആർട്ടിസ്റ്റാണ്. അതെ അതെ അതെ. മ്യൂസീഷ്യനാണ്. അതെ അതെ. സിംഗറാണ്. അതെ. ലിറിക്സ്റ്റാണ്. ഇത് ഏതായിട്ട് അറിയപ്പെടാനാണ് സാറിന് ഏറ്റവും ഇഷ്ടം? എനിക്ക് ഒരു ഗാനരചയിതാവെന്നുള്ള രീതിയിൽ അറിയപ്പെടാനാണ് സത്യത്തിൽ ആഗ്രഹം. കാരണം ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി അതാണ്.
ഒരു ഗാനരചയിതാവെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. ഇപ്പം നമ്മൾ ചിത്രം വരയ്ക്കണമെങ്കിൽ അത് വേറെ ഏതെങ്കിലും പടം കണ്ടിട്ടുള്ള ഓർമ്മയെന്നായിരിക്കും വരയ്ക്കുന്നത്. അല്ലാതെ ഒരാൾക്ക് ലോകത്ത് ആർക്കും വരയ്ക്കാൻ പറ്റില്ല, സ്വന്തമായിട്ടൊന്നും ലോകത്ത് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നേരത്തെ കണ്ടിട്ടുള്ള ഏതെങ്കിലും വിഷ്വല് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും, അതായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. ഇത് നമ്മളുടെ മനസ്സിലൊന്നുമില്ല. ഇപ്പോൾ ഒരു ആശയം നിങ്ങൾ പറഞ്ഞു, ആ ആശയം വെച്ച് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് വേണം ഒരു പാട്ട് എഴുതാൻ അല്ലെങ്കിൽ ഒരു കഥ എഴുതാൻ. മനസ്സിലായോ? അപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏതാണ് നിങ്ങൾ എന്നെ ആലോചിച്ചാൽ മതി. അല്ല, സാറിന് അറിയപ്പെടാനോ അത് തന്നെയാണ് അതെ 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 ഒരു ഗാനരചയിതാവ്. അതെ അതെ അതെ. ഇപ്പം മലയാള സിനിമയിലെ പാട്ടുകളിൽ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏതൊക്കെയാണ്? പഴയതോ പുതിയതോ ഏതൊക്കെയായാലും? പഴയ പാട്ടുകളാണ് ഏറ്റവും നല്ലത്. കാരണം ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ല, നേരത്തെ എന്തെങ്കിലും വായി തോന്നിയ കുറേ വരികൾ എഴുതും, അത് വായി തോന്നിയ വരി ഇപ്പോഴും പുതിയ പാട്ട്, നല്ല പാട്ടുകൾ വളരെ അപൂർവമായിട്ടേ വന്നുള്ളൂ, വളരെ അപൂർവം. വളരെ അപൂർവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ RDX ഒരു പാട്ട് ഈ അടുത്ത് ഒരു വിധം കൊള്ളാവുന്നൊരു പാട്ടാണ്. ഒരു പാട്ട് നല്ല പാട്ടല്ലായിരുന്നു. അമ്പലയിൽ വന്നിട്ടുണ്ട്, അത് അപൂർവം. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 100 എണ്ണം വന്നാൽ അതിൽ 1 or 2 നല്ലത് വരും, പക്ഷെ അത് ആരും ശ്രദ്ധിക്കാതെ പോവും. കാരണം ഈ ഏറ്റവും തല്ലിപ്പൊലി വന്ന കാരണം ബാക്കിയുള്ളവർ ശ്രദ്ധിക്കില്ല. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇതൊരു ട്രെൻഡായിട്ട് വന്ന് പോകും. അതെ അതെ അതെ. അത് നമുക്ക് തോന്നിയ മാതിരി എന്തെങ്കിലുമൊക്കെ ഒരു വരി മ്യൂസിക്, ഇപ്പം ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലുമൊക്കെ മ്യൂസിക് ചെയ്യാൻ ഇപ്പോൾ ആർക്കും പറ്റും. എൻ്റെ വിശ്വാസത്തിൽ ഈ ലോകത്ത് ജീവിക്കുന്ന ആർക്കും വേണമെങ്കിലും മ്യൂസിക് ചെയ്യാം. ഏറ്റവും എളുപ്പമുള്ള പണി അതാണ് ഞാൻ നോക്കിയിട്ട്. മ്യൂസിക്കാണ്. പിന്നെ കാരണം ആൾക്കാർ രാഗമൊക്കെ അറിയാം, ഒരു രാഗവും അറിയണ്ട. കാരണം പണ്ട് നമ്മൾ ദേവരാജ മാസ്റ്റർ പോലും ഒരു രാഗവും പഠിച്ചിട്ടുണ്ട്, പക്ഷേ രാഗം വെച്ചൊന്നുമില്ല ചെയ്തേക്കണം. അത് ചെയ്ത് കഴിഞ്ഞ് ആരെങ്കിലും പറയുമ്പോഴാണ് ഇന്ന രാഗമല്ലേ ദക്ഷിണാമൂർത്തി മാസ്റ്റർ ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ ചോദിച്ചത് പറഞ്ഞു ദക്ഷിണാമൂർത്തി, അപ്പോൾ ഇത് ഇന്ന രാഗമല്ല. അപ്പോൾ അയ്യോ ആ രാഗമാണത്, ഞാൻ ഇതൊന്നും ആലോചിച്ചില്ല കേട്ടോ, വെറുതെ ചെയ്തേന്. എന്നാൽ അവരെ ചെയ്യുന്നത് ആ വരികൾക്ക് മ്യൂസിക് കൊടുക്കുകയാണ്, ആ വരികളുടെ ആ ഭാവം അനുസരിച്ച് ട്യൂൺ നൽകുകയാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നമുക്കിന്നും ആ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നത്. ഇന്നങ്ങനെയല്ല, ഇന്ന് അതിന് മ്യൂസിക് ഉണ്ടാക്കണമെങ്കിൽ ഇപ്പം ആ സാധനത്തിൻ്റെ ഒരു വരി എഴുതാൻ പറയും. അപ്പോൾ ഏതെങ്കിലും ഒരു പാട്ട് എഴുതുന്ന ഏതെങ്കിലും ഒരുത്തിനെ വിളിച്ചിട്ട് അതിന് വരി എഴുതിപ്പിക്കും, പാട്ടാവും. അല്ല ഒന്നുമില്ല സത്യം പറഞ്ഞാൽ. കാരണം ഇന്ന് പാട്ടുകാർക്ക് ഒരു വിലയില്ല. കാരണം ഏറ്റവും കൂടുതൽ മുന്തി നിൽക്കുന്നത് മ്യൂസിക്കാണ്, പാട്ട് താഴ്ന്നാണ് നിൽക്കുന്നത്. പണ്ടങ്ങനെയല്ല, പാട്ട് മുകളിലും മ്യൂസിക് താഴെയായിരുന്നു. ഇന്നങ്ങനെയല്ല, മ്യൂസിക് മുകളിലും അടിയും ഇതൊക്കെ മുകളിലും പാട്ട് താഴെ നിൽക്കും. പാട്ട് അധികം പുറത്തേക്ക് കൂടുതൽ എത്തിച്ചില്ല. അങ്ങനത്തെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിനോട് കൂടുതൽ താല്പര്യമില്ല സത്യം പറഞ്ഞാൽ. ഈ ആകാശവാണിയിലെ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ആകാശവാണിയിൽ നമ്മളിപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ ചെന്നാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ആകാശവാണി പാടാനാണ്. കാരണം നമ്മളിപ്പോൾ ചെന്നിരിക്കുമ്പോൾ അവർ ഓർക്കസ്ട്ര എല്ലാം നിരത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓർക്കസ്ട്ര വായിച്ച് നോക്കാനൊന്നും സമയം കിട്ടില്ല. ഇതെല്ലാം നമ്മൾ നേരത്തെ തന്നെ നോക്കി പോകണം. അപ്പോൾ നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ ഇപ്പോൾ റെക്കോർഡ് ചെയ്യാൻ നേരത്ത് ഒരു ലൈറ്റ് ചുമന്ന ലൈറ്റ് കത്തും. ആ ലൈറ്റ് കത്തുമ്പോൾ തന്നെ നമ്മൾ പാടിക്കൊള്ളണം. ആ ലൈറ്റാണ് നമ്മളുടെ പാടാനുള്ള അനുവാദം. അപ്പോൾ ലൈറ്റ് കത്തുമ്പോൾ തന്നെ ഹാർമോണി വായിച്ച് അപ്പോൾ തന്നെ നമ്മൾ തൊണ്ടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല. കാരണം എങ്ങനെയാണോ നമ്മൾ പാടുന്നത് അതേമാതിരിയാണ് റേഡിയോയിൽ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ അത് ശരിയാക്കാനുള്ള ഇതൊന്നും അവർക്കില്ല. അതേ സ്റ്റുഡിയോയിൽ നമ്മൾ പാടുക എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ 2 പേര് പോയാലും നമുക്ക് രണ്ടാമതെടുത്ത് ശരിയാക്കാം. ഇപ്പോൾ അങ്ങനെയല്ല. അത് സ്റ്റുഡിയോയിൽ ഇപ്പോൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഇപ്പോൾ റേഡിയോ സ്റ്റേഷനിൽ അങ്ങനെയല്ല. FM ആയപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ. FM-ലും അങ്ങനെ തന്നെയാണ്, ഒറ്റ ടേക്ക്. അതെ അതെ, ഒറ്റ ടേക്ക് ഇതിൽ തന്നെ ഹാർമോണിയം തബലയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ചുറ്റിനൂറ്റിന് പാടലാണ്. ചുറ്റിനൂറ്റിന് പഴയ കാലത്തെ ആദ്യം ദാസൊക്കെ പാടിയിരുന്ന ഒരു എഫക്റ്റ് ഇതെല്ലാം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 2000 വരെ അങ്ങനെ തന്നെ. 2000-ന് ശേഷമുള്ള എനിക്കറിയില്ല. ലാസ്റ്റ് പാടിയത് ഒറ്റ ടേക്കിൽ തന്നെ. അന്ന് ശ്രീകുമാറായിരുന്നു, കാവാലം ശ്രീകുമാറായിരുന്നു ഇവിടെ റെക്കോർഡിസ്റ്റായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ താല്പര്യം തോന്നി. അങ്ങനെ എനിക്ക് ഗസൽ പാടാനുള്ളൊരു ഇത് തന്നു. അപ്പോൾ ഞാൻ മാപ്പിള സോങ്സാണ് പാടിക്കൊണ്ടിരുന്നത് വെച്ചാൽ, അപ്പോൾ അതിന് പകരം ഗസൽ പാടാനുള്ള ഒരു 5ഓളം പ്രോഗ്രാം ഞാൻ ഗസൽ പ്രോഗ്രാമായിട്ട് ചെയ്തിട്ടുണ്ട് അവിടെ. പഴയ കാലത്ത്
പ്രസിദ്ധ ഗായകൻ എച്ച് മെഹബൂബ്, അതിനുശേഷം സീറോ ബാബു, ഇവരെല്ലാം എൻ്റെ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. അന്ന് മെഹബൂബ് എൻ്റെ കാലത്ത് സ്റ്റുഡിയോ ഇല്ല, ഏതാണ്ട് 12 വർഷമായിട്ടുള്ളൂ സ്റ്റുഡിയോ ഉണ്ടായിട്ട്. സീറോ ബാബു ഇവിടെ വന്നൊരു 2-3 പാട്ടുകൾ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പിന്നെ മെഹബൂബ് ഇവിടെ വരുന്നത് പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമുണ്ട്. കാരണം കൊച്ചിയിൽ അന്ന് സ്പൂൾ ടേപ്പ് ഉള്ളത് എൻ്റെ വീട്ടിൽ മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ വലിയ ബഡാ പാട്ട് എൻ്റെ വീട്ടിലേക്ക് ഉണ്ടാവുള്ളൂ. കാരണം ആ സ്പൂൾ ടേപ്പിന് അന്ന് ഞാൻ വാങ്ങിയത് 5000 രൂപയ്ക്കാണ്. അന്ന് 5000 രൂപ ഉണ്ടെങ്കിൽ ഒരു വീടും പറമ്പും നമുക്ക് വാങ്ങാം. അപ്പോൾ 5000 രൂപേൻ്റെ സാധനം ഈ അതിലുള്ള പഴയ ഗാനങ്ങൾ, ഇപ്പോൾ CH ആത്മ, പിന്നെ സൈഗാൾ, ഇങ്ങനെയൊക്കെയുള്ളവരുടെ പാട്ടുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയാണ് ഈ മെഹബൂബ് ഇവിടെ വന്നിരുന്നത്. അങ്ങനെ പാട്ട് പാടി കേട്ട് ഇങ്ങനെ ഇരുന്ന് ഉറങ്ങും അദ്ദേഹം. അങ്ങനെ അന്നും പല പ്രാവശ്യം ഇവിടെ വന്ന് പാട്ട് കേൾക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹം. മെഹബൂബിനെ കൊച്ചി കൊണ്ടുകടന്ന് ആഘോഷിച്ച മനുഷ്യനാണ്. അതെ അതെ, മെഹബൂബിനെ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരാളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇപ്പം നമ്മളിപ്പോൾ സ്വന്തം വിചാരിച്ചാലേ നമ്മൾ മോശമാവുള്ളൂ. ഇപ്പം എനിക്ക് കുടിക്കണ്ടെന്ന് വെച്ചാൽ ഞാൻ കുടിക്കില്ല, മനസ്സിലായേ? കാരണം ഞാനിപ്പോൾ 30 വർഷം ഗാനമേളയ്ക്ക് പോയിട്ടുണ്ട്. എൻ്റെ കൂടെ വരുന്നവരെല്ലാം കുടിക്കുമായിരുന്നു. ഇപ്പം ഞാൻ ആ ഭാഗത്തേക്കേ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. അതിപ്പം നമ്മളുടെ ഇഷ്ടം കൂടി ഉണ്ട്. നമ്മൾ തീരുമാനിക്കാം. അപ്പം നമുക്ക് വേണമെന്ന് വെച്ചാൽ വേണം. അപ്പോൾ അതിലൂടെ ഇങ്ങനെ അദ്ദേഹം ഇതായിപ്പോയത്. കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പോലൊരു ഗായകൻ കൊച്ചിയിൽ വേറെ ഇല്ലായിരുന്നു. അത് അതിനുശേഷമാണ് മറ്റേ യേശുദാസും കൊച്ചിക്കാരനാണല്ലോ. യേശുദാസ്, സിയോ ആൻഡ്രോ കൊച്ചിക്കാരൻ തന്നെയാണ്. മെഹബൂബിന്റെ പാട്ടല്ല മറ്റേ കായലിനരികെ എന്നുള്ളത്, അതാ മെഹബൂബിന്റെ ആണോ? കായലിനരികെ എന്നുള്ള മെഹബൂബ് പണ്ട് വെറുതെ പാടി സ്റ്റേജിലൊക്കെ പാടുമായിരുന്നു. അത് അദ്ദേഹം പാടിയിരിക്കുന്നത്. അത് കൊച്ചിയിലുള്ളൊരു വലിയൊരാളാണ് എഴുതിയിരിക്കുന്നത് കായലിനരികെന്നുള്ള പാട്ട്. അപ്പോൾ അദ്ദേഹം മെഹബൂബ് ട്യൂൺ ചെയ്ത് പാടിയ പാട്ടാണത്. സ്വന്തമായി ട്യൂൺ ചെയ്ത് പാടിയതാണ് കായലിനരികെന്നുള്ള പാട്ട്. സിനിമയിലില്ല അത്. അപ്പോൾ ആ സിനിമയിൽ പിന്നെ രണ്ടാമത് ശോഭാസമം പാടിയതല്ലേ. അത് കേൾക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ അത് ഞങ്ങൾ പണ്ട് കേട്ടിട്ടുള്ളതാണ്. കാരണം ഈ അദ്ദേഹം പാടി കേട്ടിട്ടുള്ളതാണ് ഈ പാട്ടൊക്കെ. അദ്ദേഹം ഇഷ്ടംപോലെ പാട്ടുകൾ അങ്ങനെ പാടിയിട്ടുണ്ട്. ഇപ്പോൾ സിനിമയിലെ പാട്ട് തന്നെ അദ്ദേഹം ഈ മറ്റേ എന്താണ് പാട്ടുണ്ടാകും, പെട്ടെന്ന് മനസ്സിലേക്ക് വന്നില്ലത്. കുറേ പാട്ടുകൾ അങ്ങനെ അദ്ദേഹം പാടിയിട്ടുണ്ട്. ഈ വേറെ ആൾക്കാർ പാടിയ പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. മെഹബൂബ് സ്റ്റേജിൽ പ്രോഗ്രാമിലും കല്യാണ വീടുകളിലൊക്കെ പാടിയിട്ടുണ്ട് അദ്ദേഹം. ധൂപ് ഹേ രംഗ് ഹേ യാ സദാ ഹേ രാത് की बंद रात की बंद मुठ में क्या है. സൈനുദ്ദീൻ മാഷിൻ്റെ അടുക്കൽ കുറച്ചു നേരം സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയുണ്ട്. എനിക്കും പല കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ഓർമ്മപ്പെടുത്തലുണ്ട്. മാഷിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്.